ഹോട്ട് വീൽസിൻ്റെ തന്നെ ഓഡിയുടെ R8 സ്പൈഡറാണ്. ഒരു ഡിഫറെൻറ്റ് പാക്കേജിലാണ് ഇത് വരുന്നത്. അപ്പം ഹോട്ട് വീൽസിന് പല രീതിയിലുള്ള എഡിഷൻസും ഒക്കെ വരുമല്ലോ. അമേരിക്കൻ മസിലിൻ്റെ തന്നെ ഒരു എഡിഷൻ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിയോൺ എഡിഷൻ, അങ്ങനെ വെറൈറ്റി പാക്കേജിലൊക്കെ വരുമല്ലോ. അപ്പം അതിലത്തെ ഒരെണ്ണമാണ്. ഞാൻ ആദ്യമായിട്ടൊരു R8 കാണുന്നത് അയൺമാൻ സിനിമയിൽ കൂടെയാണ്. ഒരു 2006 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഓടി ആദ്യമായിട്ട് R8 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഒക്കെ ആയിട്ട് വരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് 2013 ആ ഒരു സമയത്ത് ഇറങ്ങിയ അയൺമാൻ 3യോടുകൂടിയൊക്കെ ഇറങ്ങിയ ഓഡിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചാണ്. ആ ഒരു സമയത്ത് കാർ ആഡുകൾ ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല, സ്പീഡിനെ, സ്റ്റണ്ട് ഡ്രൈവിങ് പാടില്ല. അപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും അവർക്ക്? അപ്പോൾ അവർ ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തിയ ഒരു പരിപാടി എന്ന് പറയുന്നത്, ഇവർ ഈ വണ്ടീനെ ഒരു ഡൈനോയിലോട്ടങ്ങ് കയറ്റി വെച്ചു. ഇവർ ഓരോ ഗിയറിലും കൂടെ ആ വണ്ടി പോകുന്നതെല്ലാം കൃത്യമായിട്ട് കാണിച്ചു. എന്നാൽ നിയമം ഭേദിച്ചുമില്ല. അപ്പോൾ ഇവർ ഒരു കാര്യം എക്സ്ട്രാ ചെയ്തു. ആ ബാക്കിലത്തെ ഫേഷ്യ അല്ലെങ്കിൽ ആ ബമ്പർ അങ്ങ് മാറ്റിയിട്ട് ആ ഒരു എഞ്ചിനും ആ ഒരു V10 ഗ്ലോറി ഫുള്ളി നമുക്ക് കാണാവുന്ന രീതിയിലാണ് ഇത് വെച്ചിരുന്നത്.